KCL ഫാൻസ് ലീഗിന്റെ ഫൈനലിനായുള്ള തയ്യാറെടുപ്പിലാണ് കൊട്ടാരക്കരയിലെ താരങ്ങൾ. ജില്ലയിൽ 32 ടീമുകളിൽ നിന്നും ഫൈനലിലേക്ക് വിജയിച്ചു കയറിയത് ആഷസ് കൊട്ടാരക്കരയാണ്. വലിയ ആത്മവിശ്വാസത്തോടെയാണ് ടീം ഫൈനലിനെ നേരിടാൻ ഒരുങ്ങുന്നത്. കൊല്ലത്ത് നിന്ന് എം മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ 3 വരാനിരിക്കുകയാണ്. അതിന് മുൻപായി തന്നെ ഈ KCLൻ്റെ ഫാൻസ് ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഒരു ക്രിക്കറ്റ് മാച്ച് ഉണ്ടായിരുന്നു. അതിൻ്റെ ഫൈനലിലേക്കാണ് ഇനി കടക്കുന്നത്. ഫൈനൽ വരുന്ന 15-ാം തീയതിയാണ്. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, അതായത് 6 ജില്ലകളിൽ നിന്നുള്ള ടീം അംഗങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൊല്ലത്ത് 32 ടീമുകളുടെ മത്സരമാണ് നടന്നത്. അതിൽ വിജയിച്ച ആഷസ് കൊട്ടാരക്കര അല്ലേ. അപ്പോൾ കൊട്ടാരക്കര ടീമാണ് ഈ കൊല്ലത്തിന് വേണ്ടിയിട്ട് എത്തുന്നത്. അപ്പോൾ അതിൻ്റെ ക്യാപ്റ്റൻ വിഷ്ണു ഇവിടെയുണ്ട്. എങ്ങനെയുണ്ട്, ഇനി ഫൈനലിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഏതുവരെയായി? ലാസ്റ്റ് മാച്ച് എങ്ങനെ ഉണ്ടായിരുന്നു? ലാസ്റ്റ് മാച്ച് ടഫായിരുന്നു. ആ ടീം നല്ല പുറത്ത് കളിക്കുന്ന നല്ല കുറേ ആൾക്കാർ അതിനകത്തുണ്ടായിരുന്നു. നമുക്കിത് നല്ല ടഫായിട്ടാണ് തോന്നിയത്. അവർ നല്ല രീതിയിൽ കളിക്കുന്നതുകൊണ്ട് നമുക്കൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളെല്ലാം ഒരേപോലെ ഒന്ന് കളിച്ചപ്പം പ്ലേയേഴ്സ് എല്ലാം ഒരുമിച്ച് നിന്നപ്പം കളി ഞങ്ങൾക്ക് വിൻ ചെയ്യാൻ പറ്റി. ഈ KCLൻ്റെ മാച്ചിന് മുമ്പായിട്ടാണ് ഈ ഫാൻസിൻ്റെ ഒരു മാച്ച് വരുന്നത്. അപ്പോൾ ആ ഒരു ആവേശം നമുക്ക് ഇനി KCLലും കൂടെ കാണാമല്ലേ? കാണാം. നമ്മളിവിടെ 2-3 പ്ലേയേഴ്സ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് അങ്ങനെ. എങ്ങനെയുണ്ട് പൊതുവേ നിങ്ങളുടെ ടീമിനെ സംബന്ധിച്ചിടത്തോളം പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ? നമുക്ക് അങ്ങനെ പ്രാക്ടീസായിട്ടൊന്നും ഇല്ല, ഇറങ്ങുന്നില്ല. പക്ഷേ നമ്മളെല്ലാവരും കളിക്കാൻ വരുമ്പം ഒരുമിക്കുന്നു, കളിക്കുന്നു, അങ്ങനെ ഉള്ളൂ. അല്ലാതെ വൈകിട്ട് എല്ലാവരും ഓരോ സ്ഥലത്താണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആഷസിന് വേണ്ടിയിട്ട് ഈ കൊട്ടാരക്കര സ്ഥലത്തുള്ള തന്നെ പലരും ഒന്നിച്ച് ചേർന്ന് വൈകിട്ടൊക്കെ ഒന്നിച്ച് ചേരാറുണ്ട്. വൈകിട്ടൊന്ന് ചേരാറുണ്ട്. എല്ലാവരും ഇല്ലെങ്കിലും കുറച്ച് പേരൊക്കെ ഒരുമിച്ച് ചേർന്ന് കളിക്കുന്നത്. പിന്നെ ലീഗ് വരുമ്പം അരണോണ ഞങ്ങളെല്ലാവരും വിളിച്ച് ഇങ്ങനെ കളി എടുത്തിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടി എല്ലാം നോക്കി കളിക്കും. അതുപോലെ തന്നെയാണ് ഈ ഒരു ടീമിനൊരു മാനേജർ ഉണ്ടാവും. അതായത് ഈ ടീം അംഗങ്ങളെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആളാണ്. അത്തരത്തിൽ മാച്ചുകൾ വരുമ്പോൾ ഇവരെല്ലാം ഒന്നിച്ച് ചേർത്ത് അടുത്ത ഫൈനലിലേക്ക് പോവുകയാണ്. KCLൻ്റെ ഫാൻസ് ലീഗിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ടീമിന് വളരെയധികം ആത്മവിശ്വാസം കൊടുത്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതെ, ആത്മവിശ്വാസമുണ്ട്. അത് നമുക്ക് ഈ പ്ലേയേഴ്സിനെ ഫുള്ള് നമുക്ക് അവരെ അത്ര എഫേർട്ട് അവരിട്ട് കളിക്കുന്നുണ്ട് നമ്മുടെ ടീമിന് വേണ്ടി. അവരേത് കളി കളിച്ചാലും അവരെല്ലാവരും ജോലിക്ക് പോകുന്നവരാണ്. പക്ഷേ ആ ജോലി പോലും മാറ്റി വെച്ചിട്ട് നമ്മുടെ ടീമിന് വേണ്ടി വന്ന് കളിക്കുന്നവരാണ്. അപ്പം അവർ ഫുൾ എഫേർട്ട് ഇടുന്നതിനകത്ത് വളരെ സന്തോഷമുണ്ട്. ഈ 6 ടീമിൻ്റെ കളിയാണ് വരുന്നത്. അതിൽ വിന്നേഴ്സ് ആവുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇവിടെ 32 ടീമുകളുടെ ഒരു മാച്ചിൽ നിന്നാണ് ഇവർ വിജയിച്ച് വന്നിരിക്കുന്നത് അല്ലേ? അതെ, 32 ടീമുണ്ടായിരുന്നു. അതിൽ പുറത്ത് കളിക്കുന്ന, അതായത് ഫൈനലിൽ കളിച്ചത് പ്രൊഫഷണൽ കളിക്കാരുള്ള ടീമാണ്. അപ്പം നമുക്ക് ഇച്ചിരി ടഫായിട്ടെന്ന് തോന്നിയതാണ്. പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ ഭാഗ്യവും എല്ലാം കൂടെ വെച്ച് നമ്മൾ കപ്പ് എന്തായാലും അടിച്ചു. നല്ല കളിയായിരുന്നു. അതുപോലെ തന്നെയാണ്, അതായത് പല ജോലിക്ക് പോകുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് ഈ ഒരു ടീമിലുള്ളത്. അപ്പോൾ ഈ ജോലിക്ക് പോകുന്നതും ഈ മാച്ചുമായിട്ടൊക്കെ, അതായത് പ്രാക്ടീസുമായിട്ടൊക്കെ എങ്ങനെ പോകുന്നു? അതായത് ഓരോ ദിവസവും ജോലിക്ക് പോകുന്നു, വൈകിട്ട് ഫ്രീ കിട്ടുന്ന ടൈമിലൊക്കെ പ്രാക്ടീസ് ഉണ്ട്. ഫ്രീ കിട്ടുന്ന ടൈമിൽ മാത്രമേ കളിക്കൂ, അല്ലെങ്കിൽ കളിക്കത്തില്ല. അല്ലെങ്കിൽ പിന്നെ ഞായറാഴ്ച പോലെ ടൂർണമെൻറ്റോ ലീഗോ അങ്ങനെ മത്സരം എല്ലാം വരുമ്പോൾ പോത്തുള്ളൂ. വളരെ പ്രതീക്ഷയോടെ കൂടെയാണ് പോകുന്നത്. സന്തോഷമുണ്ട്, ഒരുപാട് പ്രതീക്ഷയുണ്ട്. കപ്പടിക്കണമെന്ന ആഗ്രഹത്തോടാണ് ഞങ്ങളെല്ലാവരും പോകുന്നത്. തീർച്ചയായും വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് കൊല്ലത്ത് നിന്നും ഈ ടീം പോകുന്നത്. അതായത് നേരത്തെ പങ്കെടുത്ത മാച്ചുകളെല്ലാം തന്നെ വിജയിച്ചുകൊണ്ട് ഫൈനലിലേക്കുള്ള ചുവടുവയ്പ്പാണ്. അതിന് വലിയ ആത്മവിശ്വാസം തന്നെയാണ് ഓരോ ടീം അംഗങ്ങളും പങ്കുവയ്ക്കുന്നത്. ബിജു പരൂരിനൊപ്പം എം മനോജ്, ജനം, കൊല്ലം.